എന്ന് മുതലാടാ 45 99 ആയത്? നിർത്തടാ, എല്ലാം ചന്തകളപ്പോൾ കിടന്ന് മഴക്കടിക്കുന്നു. ഓ, ഇവിടെ കളിക്കുകയും വേണ്ട, നിൽക്കുകയും വേണ്ട. എന്താടാ? കയ്യിൽ എന്തുണ്ട്? ഒന്നുമില്ല. പാക്കേജിൽ പുതിയ പടം ജിൽജിൽ മേനി സെക്സ് റാണി 6 ഇടിയുണ്ട്. നമുക്ക് പോകാം. ഓടാവിടുന്ന് ഇതെടുത്ത് പടം കണ്ടാലേ 7ാമത്തെ ഇടി അമ്മയുടെ വക നടക്കും. മലക്കറി മീനും വാങ്ങാൻ തന്നതാ. സിലിക്കൊണ്ട് പിള്ളേ. സിലിക്കല്ല, കാഞ്ചീപുരം പട്ടായിരുന്നാലും ശരി, ഈ കാശ് ഞാനെടുക്കൂല. എന്നാ പിന്നെ പിള്ളേത്തിന് ഓടുന്നതിന്റെ കാര്യമല്ല. നീ എനിക്ക് 1 രൂപ തരാറുണ്ടല്ലോ. സൗകര്യമില്ല, തല്ലി വാങ്ങിക്കാമെങ്കിൽ വാങ്ങിച്ചോ. വരിടാ. വിപരീത പദങ്ങൾ എന്താണെന്ന് ഇന്നലെ ഞാൻ പഠിപ്പിച്ചല്ലോ. ഇന്ന് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. ആദ്യം രവീണിക്കൂ. പ്രധാനം. അപ്രധാനം. എണീക്കൂ. ആശ. നിരാശ. കിട്ടു പറയൂ. പ്രിയം. അപ്രിയം. പക്രു എണീക്കൂ. പക്രു പറയൂ. ശത്രു. ശത്രു അല്ലാത്തവൻ. അതല്ല. അതാണ്. ഇരിടവിടെ. നിക്കടി അവിടെ. ഓ, എന്തു വാങ്ങാനാ കല്യാണിത്തല്ലേ? കൈ തൊട്ടാൽ പൊള്ളുന്ന വില. എന്നാ കാശ് കൊടുത്താ നല്ല സാധനം കിട്ടുമോ? അതുമില്ല. മീനെന്തോ കിട്ടി? മീനൊന്നുമില്ല. ഇത്രേശയ്ക്കുണ്ട് 2 അയലക്കുഞ്ഞ്. രൂപയ്ക്ക് 2. 2 രൂപയ്ക്ക് വാങ്ങിയാൽ തന്നെ എന്താവാനാ? മുള അരച്ചു വെച്ചാൽ എനിക്കും അമ്മയ്ക്കും 1 നേരത്തേക്കുണ്ട്. ഇല്ല, ഞാൻ വരട്ടെ വല്യമ്മച്ചി. അല്ല, കല്യാണിക്കുട്ടിയല്ലയോ? ചേട്ടൻ എങ്ങോട്ടാ? 2 വരെ പോണം. അതാരാ ചേക്കൻ? നമ്മുടെ കോലപ്പറമ്പിലെ ഭവാനിയുടെ മോനാ. അതിന് ഭവാനി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. വേലിക്കലും ശാന്തമ്മയുടെ 6 മക്കളും നിങ്ങളുടെ അല്ലയോ? അവളും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. നീ ഇങ്ങനെ പെണ്ണുങ്ങളുടെ ജോലിയൊക്കെ ചെയ്ത് തനി ഒരു പെണ്ണായി പോവും. നിന്റെ പ്രായത്തിലുള്ള മറ്റു പിള്ളേർ നടക്കുന്നത് കാണുമ്പോ എന്റെ ചങ്ക് കത്തുകയാണ്. എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഉള്ളതൊക്കെ എനിക്കും ഉണ്ടാകണം. നിനക്കിപ്പോ എന്തിന്റെ കുറവാ? കുറവോ? എല്ലാവർക്കും അച്ഛനുണ്ട്. കോയയ്ക്ക് അച്ഛനുണ്ട്, ബിച്ചുവിന് അച്ഛനുണ്ട്, ഇങ്ങേറ്റ ഉണ്ടപ്പത്രൂന് അച്ഛനുണ്ട്. എനിക്ക് മാത്രം അച്ഛനില്ല. എന്റെ അച്ഛനും അങ്ങേരെ കൊണ്ട് കഴിയുന്ന സഹായമല്ല
നമുക്ക് ചെയ്യുന്നില്ലേ? പിന്നെ അവരൊക്കെ വലിയ ആളുകളാ. ഇത്രയൊക്കെ പ്രതീക്ഷിക്കാനേ നമുക്ക് വിധിയുള്ളൂ മോനെ. അമ്മ പറഞ്ഞത് ശരിയാ. പെണ്ണുങ്ങളുടെ ജോലി പെണ്ണുങ്ങൾ തന്നെ ചെയ്യണം. ഇത് അമ്മ തന്നെ ചെയ്തോ. ഞാനിപ്പം വരാം. എന്താ പരിപാടി? സിനിമ. കാശൊത്തോ? അതെല്ലാം നമുക്ക് ഒപ്പിക്കാം. കുപ്പി ഒന്നിന് 50 പൈസ മേടിക്കാൻ വന്ന 1 രൂപ വെച്ച് വേണമല്ലോ. കച്ചവടം ചെയ്ത് പുണ്യം കിട്ടാനാണോ? ആ എവിടെ ഉണ്ടാകാൻ പിടിക്കാനായിട്ട്. ഇതാ 4 കുപ്പികളുണ്ട്. ഇതുപോലത്തെ 4 കുപ്പി ഇപ്പൊ ഞാൻ വാങ്ങിച്ചതല്ലേ ഉള്ളൂ. കുപ്പിക്ക് 40 പൈസ വെച്ച് തരാം. എത്രയായിരുന്നാലും എനിക്ക് ലാഭമാ. അതെന്താ? വെറുതെ കിട്ടിയതായിരിക്കും. അല്പം പ്രയാസപ്പെട്ടു. കാശിതാ പോട്ടെ. ഇനി ഇതുപോലത്തെ കുപ്പി കിട്ടിയാ കൊണ്ടുവരണം. ഒന്നുകൂടെ ശ്രമിക്കാനുള്ള സമയമില്ല. പിന്നീട് ഒരിക്കലാവട്ടെ. സൗകര്യം പോലെ മതി. പോകാം. എടോ, മധുരയില്ലാത്തൊരു ചായ. എവിടുന്ന് വരിക കുട്ടന്മാരെ? കോടതിയിൽ നിന്ന്. ഓ അത് ശരി. വഴിയെ പോയ വയ്യാവേലി എടുത്ത് തോളത്ത് വെക്കുന്ന എന്തിനാ കുട്ടന്മാരെ? ഈ തമ്പിമാർക്കെതിരായി കേസിന് സാക്ഷി പറയുന്നത് സൂക്ഷിച്ചു വേണം. ഈ നാട്ടിലാ ജീവിക്കേണ്ടെന്ന് ഓർമ്മ വേണം എന്നും പറഞ്ഞ് 2 തടിയന്മാര് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ച ബാക്കിയുള്ളവർക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? തിരിച്ചു ചോദിക്കാൻ ചങ്കൂറ്റുള്ള ഒരുത്തനും ഇല്ലാഞ്ഞിട്ടാ ഇവന്മാരിങ്ങനെ അഴിഞ്ഞാടുന്നത്. ഏതായാലും ഈ കേസിൽ ഞാൻ ഇവന്മാരെ കൊടുക്കും. പിന്നെ അവസാനം കുട്ടനായര് കുടുങ്ങായിരുന്നാ മതി. ഇവിടെ ഒന്ന് ഒപ്പിടണം. ഇതിൽ 40,000 രൂപയുണ്ട്. ഈ മാസത്തെ റബ്ബർ വിറ്റ കാശ. പിന്നെ എസ്റ്റേറ്റിന്റെ വരവ് ചെല കണക്കുകൾ ഈ ഫയലിലുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. ഇങ്ങോട്ട് താടൂ. എത്തിപ്പിടിച്ചോണ്ടിരിക്കാതെ വായിക്കരിക്കാൻ 2 പിടി അരിക്ക്. ഇത്രയും ആവശ്യമില്ല. ഇവരീ കാശെല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോടി. പുഴുങ്ങി തിന്നാൻ. ഓ അപ്പൊ എന്റെ സംശയം ശരിയാ. എന്തോന്ന്? അല്ല, ഇവർക്ക് സ്വല്പം ലൂസാണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു. കാശ് പുഴുങ്ങി തിന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇവരെ തുടലിട്ടുള്ള സമയമായി. എന്റെ ആളമാരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഇത്രയും പറഞ്ഞപ്പോ തന്നെ നിനക്ക് വലിയ ദണ്ണായി പോയി അല്ലേ? ഞാനൊരുത്തിന് ഇവിടെ കിടന്ന് ചക്രശ്വാസം ഇത്രയും കാലം വലിച്ചിട്ടും നിനക്കൊരു കുലുക്കമില്ല. ഒരു കുലുക്കം ഇല്ലെങ്കിലേ കണക്കായി പോയി. നിങ്ങളുടെ കയ്യിലൊരു പത്രയ്ക്ക് നല്ലതാ. എനിക്കെന്താ കുഴപ്പം? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ചരിത്രമൊക്കെ. സ്വന്തം ഭർത്താവിന് വിവാഹത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയിൽ ഒരു കുട്ടിയുണ്ടെന്നറിഞ്ഞാൽ ഏത് ഭാര്യ സഹിക്കും? എന്നിട്ട് ഞാൻ സഹിക്കുന്നില്ലേ? ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ആ തേവിളിച്ചോടെ പ്രാക്ക് കാരണം എനിക്കുണ്ടായിട്ടില്ല. അത് നിന്റെ കുഴപ്പം കൊണ്ട് തന്നെയാ. എന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാൻ കഴിയാ? ഞാനൊരിക്കൽ തെളിയിച്ചിട്ടുള്ളതല്ലേ? അത് കളാ. നീ ഞാൻ പറയുന്ന പോലെ കേൾക്കും. നിനക്ക് ഏതായാലും ഇനി കുട്ടികൾ ഉണ്ടാവില്ല. നമുക്ക് എന്റെ മോൻ പിള്ളേ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ മോനായിട്ട് വളർത്താം. അതങ്ങ് മനസ്സിലിരിക്കട്ടെ. എന്റെ കൊക്കിന് ജീവൻ എടുത്തോളം കാലം അവനെ ഞാൻ ഈ തടിക്കകത്ത് കയറ്റത്തില്ല. നിങ്ങൾ അവനെ കാണത്തുമില്ല. എന്നാ പോട്ടെ, എനിക്ക് 100 രൂപ. എന്തിനാ? ആ കോന്തം വായി നോക്കിക്ക് കൊടുക്കാനല്ലേ? ഒരു ചില്ലി പൈസ ഞാൻ തരത്തില്ല. അടങ്ങിയത് ഞാൻ അവിടെ കാണും ഇരുന്നോണം. ഇങ്ങനെ ഇരുന്ന കാര്യം നടക്കോ? എന്റെ വീട്ടിൽ നിപ്പോ ഒരു കാശ് പോലും കക്കാൻ പറ്റൂല. നമുക്കൊരു പിരിവ് നടത്താം. എന്ത് പിരിവ്? സ്കൂളിൽ സമരമാണെന്ന് പറഞ്ഞ് പിരിക്കാം. വേറെ വഴിയൊന്നുമില്ല. വാ, നമുക്ക് പിള്ളേറ്റിന്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം.
എന്താ പട്ടാള മുഴുവൻ രാവിലെ ഇറങ്ങിയിട്ടുണ്ടല്ലോ? അടുത്ത ആഴ്ച സ്കൂളിൽ സമരം. സംഭാവന വേണം. സമരത്തിൽ എന്തിനാ സംഭാവന? ഒരുപാട് ചെലവുണ്ട്. കാശില്ലെങ്കിൽ തേങ്ങയായിട്ടോ കാലിക്കുപ്പിയായിട്ടോ മറ്റോ തന്നാ മതി. ഞങ്ങൾ വിട്ടോ. ഇടാ കൊല്ലക്കുടിയിലാണോ സൂചി കച്ചവടം? പിള്ളേർക്കിന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. പിന്നെ ഇത് വിദ്യാർത്ഥി പ്രശ്നമാണ്. വെറും 1 രൂപയുടെ കാര്യത്തിൽ പിള്ളേർക്ക് നെച്ചിത്തനം കാണിക്കരുത്. ഞാനൊരു രൂപ തരാം. വേണ്ടമേ, ഞാൻ കൊടുത്തേക്കാം. അമ്മ അകത്തേക്ക് പോ. ഒരു രക്ഷിത. ഇത് ഭഗവതി ക്ഷേത്രത്തിലെ രസീത് കുറ്റിയാണല്ലോ. ഇവന്റെ അച്ഛനെ അവിടുത്തെ ഉത്സവ കമ്മിറ്റി ക്യാഷ്യറാ. കാശിനാ പിന്നെ. പിന്നെ നീ എനിക്ക് 1 രൂപ തരാനില്ലേ? ആദ്യം ഇതിൽ കഴിച്ചോ. നല്ല പൂ. നീ അകത്തേക്ക് നയിച്ചോ. ആരെങ്കിലും വന്നാ പറയണം. ഇവിടുത്തെ പൂക്കൾക്കൊരു സ്വഭാവമുണ്ട്. അറിയാതെ വല്ലവരുടെ കയ്യിൽ ചെന്നിരിക്കും. ഞങ്ങൾ സംഭാവനയ്ക്ക് വന്നതാ. ഓ, എന്ത് സംഭാവന? സമരം. കാരണം? പ്രത്യേകിച്ചൊന്നുമില്ല. ഒരുപാട് നാളായില്ലേ ഇവിടെ സമരം വന്നിട്ട്. സംഭാവനയും തരാം, സമരത്തിനൊരു കാരണം ഉണ്ടാക്കി തരാം. മൊത്തമായിട്ട് വേണോ ചില്ലറയായിട്ട് വേണോ? കൂടുതൽ ഏതാ? മൊത്തം. എന്നാ മൊത്തമായിട്ട് തന്നേര്. തരാം. കുടിയില്ല. ഞാൻ പറയുന്ന ഒരു അണങ്ങിപ്പോ. ചവിട്ടി കൈ വിടാം. കുടിക്കാൻ കുറച്ച് വെള്ളം തായോ. ഒന്ന് വേഗം താ ചേച്ചിരമ്മ. ഒന്ന് പെട്ടെന്ന് താ. ഇരിക്കട്ടെ. ഇങ്ങടാ. എവിടുന്ന് വരുവാ എല്ലാരും? ഇറങ്ങിയതാ. എന്നിട്ട് എന്ത് കിട്ടി? ഇടി കുറെ കിട്ടി. ഞാൻ അപ്പയെ പറഞ്ഞതാ ഈ ഉണ്ടപ്പക്രുവിനോട് തമ്മിമാരുടെ വീട്ടിൽ കേറണ്ട. കേറിയാ വലുതായിട്ടെന്തെങ്കിലും കിട്ടുമെന്നും പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ കിട്ടി. നിന്റെ കയ്യിലിരിപ്പ് കാരണം ഞങ്ങളും കൂടെ ഇടികൊണ്ടു. പക്രു പറഞ്ഞ കറക്റ്റ്. രട്ടമ്മേ, ബിച്ചു തമ്പിമാരുടെ വീട്ടിൽ നിന്നൊരു പുപ്പം മോട്ടിച്ചു. പുപ്പം അല്ലടാ മണ്ണം പോയെ, പുഷ്പം. നടന്നു. ഇനി വഴക്കിട്ടിട്ട് എന്താ കാര്യം? ആ തമ്പിമാരെ കണ്ടാല് പോലീസുകാർ പോലും വഴിമാറിയിട്ടാ നടക്കുന്നത്. അവന്മാരുടെ മുമ്പിൽ പോയി പെട്ടിട്ട് ഈ രൂപത്തിൽ നിങ്ങളെ കാണാൻ പറ്റിയത് തന്നെ ഭാഗ്യം. അവന്മാരുടെ അന്ത്യം ഏതായാലും എന്റെ കൈ കൊണ്ട് തന്നെയാ. അത് പോട്ടെ രത്നമ്മേ, ഞങ്ങൾക്ക് സംഭാവന തരണം. ഇതുവരെ കൈനീട്ടൊന്നും കിട്ടിയിട്ടില്ല. ദാ 1 രൂപ. ആദ്യത്തെ കൈനീട്ടം ഐശ്വര്യമുള്ള രത്നമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ. രത്നമ്മേ, രത്നമ്മയല്ലേ ഇവിടെ? ആരാ അത്? ഞാനാ പിള്ള. ഉണ്ടപ്പക്രും കൂട്ടുകളും ഇവിടെ വന്നോ? അവരിപ്പോ പോയതേ ഉള്ളൂ. എങ്ങോട്ടാ പോയത്? ഇന്ന് വാ പറയാം. പക്രു എങ്ങോട്ടാ പോയത്? പിന്നെ ഇങ്ങ് അടുത്ത് വാ, ഞാൻ പറയാം. പിന്നെ ഞാൻ സോപ്പ് എടുക്കാൻ മറന്നുപോയി, ഒന്ന് എടുത്തു തരുമോ? അനാവശ്യം പറയരുത്. സോപ്പ് എടുക്കാൻ പറയുന്ന അനാവശ്യമാണോ? അത് രത്നമ്മേന്റെ കെട്ടിയനോട് എന്ന് പറഞ്ഞാ മതി, എന്നെ കിട്ടൂല. എന്നാൽ പിള്ളേ ഒരു താലി വാങ്ങിയിട്ട് വാ, എന്റെ കഴുത്തി കെട്ടിയിട്ട് പിന്നെ സോപ്പ് എടുത്തു തന്നാ മതി. എനിക്ക് ചിലപ്പോ ദേഷ്യം വരാറുണ്ട്. ദേഷ്യം വന്നാലുണ്ടല്ലോ എനിക്ക് കണ്ണും മൂക്കും കണ്ടൂടാ. എന്നാ ദേഷ്യം വരണ്ട.
കണ്ണും മൂക്കും ഇല്ലാതെ പിള്ളേ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. എന്റെ സ്വഭാവം മാറും. മാറിയാൽ എന്തോ ചെയ്യും? ഞാനങ്ങ് പോകും. അത്രേ ഉള്ളൂ. എന്നാ പൊയ്ക്കോ. അപ്പൊ പക്രു തൂങ്ങിക്കത്തു. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞ് തുളയ്ക്കരുതോ? ആകെ ലാഭം രത്നമ്മയുടെ 1 രൂപ. ഇന്ന് കാലത്ത് ഏത് നാരയാണയുടെ കണി കണ്ടത്? കണ്ണു വെച്ച് നോക്കിയത് ആ കോന്തം കുഞ്ഞിന്റെ മുന്നില്ല. ആ കണ്ണാടിക്കാരനോ? ആ എണ്ണം കെട്ടവൻ തന്നെ. എന്റെ അച്ഛനെ കാണാൻ കാലത്ത് വീട്ടിൽ വന്നിരുന്നു. ആ കുഞ്ഞിനോ? ആ കഴുത തന്നെ. നീ എന്റെ അച്ഛനെ കഴുതെന്ന് വിളിച്ചല്ലേടാ? നീ എന്നെ ചോദിച്ചത് ഏത് നാറിയാ കണി കണ്ടാന്ന്. അപ്പൊ നീ എന്റെ അച്ഛനെ നാറിയാക്കി. എന്നാ നിന്റെ അച്ഛൻ പരമ നാറി. എന്താ ഇത്? തായ്ക്കളെ പോലെ കടിപിടി കൂടുന്നത്? കാര്യം പറയും. ഒന്നുമില്ല. പക്രുവിന്റെ പാപ്പാനാണ് ബിച്ചുവിന്റെ പാപ്പാനാണ് നാട്യം കൂടുതലെന്ന് വേറെ ഒരു പന്തയം. എന്നാൽ രണ്ടുപേരും കൂടി തന്തമാരെ മണപ്പിച്ച് നോക്കിയിട്ട് തീരുമാനിക്കേ. തല്ലില്ലാണ്ട് 1 ദിവസം പോലുമില്ല ചെറുത്താന്മാര്. അയ്യോ വെറുതെ മനുഷ്യരെ പേടിപ്പിക്കുകയാണോ? കളി കുറെ കൂടുന്നുണ്ട്. പെമ്പിളരായ കുറെ അടക്കോ ഒതുക്കോ ഒക്കെ വേണം. ഓ ഉത്തരവ്. ഏതില്ലത്തെ കാരണവരാണാവോ? ഏതായാലും പിള്ളേം പടയം പറ്റിപ്പോയി. വരട്ടെ. ഡ്രൈവറില്ലാത്ത കാറാ. ചത്തോ ആര്? കാറ് ഇനി കുഴിച്ചിട്ടാ മതി. ഞങ്ങൾ സ്കൂളിൽ കൊണ്ടു വിടുവോ? തോളിലും കൂടി കയറിക്കോ. കൊണ്ടുവിടാം. വേണ്ടടാ പക്രു. അയാളെ കൊണ്ട് നമ്മൾ എല്ലാരും നോക്കാൻ പറ്റോ? വേണമെങ്കിൽ തള്ളിത്തരാം. തള്ളിത്തരാമോ? എന്നാ സ്കൂളിൽ കൊണ്ടുപോയിടണം. അതേറ്റു. വാടാ വാടാ തള്ളിക്കോ. റെഡി. തള്ളിക്കോ. കാറ് വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, കുതിര വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, ചാട്ട വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, പുല്ലും വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, വെള്ളം വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, ആന വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, കാള വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, കുതിര വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, ചാട്ട വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, കാള വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, കുതിര വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, ചാട്ട വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, പുല്ലും വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, വെള്ളം വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, ആന വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, കാള വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, ആന വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, കാള വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, കുതിര വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, ചാട്ട വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, കാള വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്, കുതിര വേണ്ട ഞങ്ങളുടെ വണ്ടിക്ക്. കുതിര അല്ലടാ, കുതിര കുതിര ഞങ്ങളുടെ വണ്ടിക്ക്. എല്ലാരും വേഗം കയറി. ഞാൻ സ്കൂളിൽ വിടാം. അല്ല പറഞ്ഞില്ലേ സ്കൂളിൽ വിടാം.